പത്തനംതിട്ടയിൽ വീണ്ടും സൈബർ തട്ടിപ്പ് 46 ലക്ഷം രൂപയുടെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പാണ് നടന്നത്. സംഘത്തിലെ പ്രധാനി ആറന്മുള പോലീസ് അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുകയാണ്. സുജു, ഈ അടുത്ത സമയങ്ങളിൽ തന്നെ വലിയ തരത്തിലുള്ള തട്ടിപ്പുകൾ, ഒരു സഭയുടെ അധ്യക്ഷനെ തന്നെ തട്ടിക്കുന്ന തരത്തിലേക്ക് സൈബർ ക്രിമിനലുകൾ വളർന്നിരിക്കുന്നു. ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിയുടെ പേരിലാണ് 46 ലക്ഷം രൂപ തട്ടിച്ചതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ആരാണിപ്പോൾ പിടിയിലായിരിക്കുന്നത്? ആരുടെ പണമാണ്? ഏത് ജില്ലക്കാരൻ്റെ, പത്തനംതിട്ടയിലെ എവിടെയുള്ള ആളുടെ പണമാണ് നഷ്ടപ്പെട്ടത്? സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തനംതിട്ടയിൽ തന്നെ വലിയ വാർത്താ പ്രാധാന്യം ലഭിച്ചതാണ്. യാക്കോബസ് സഭയുടെ നിർണം ഭദ്രാസന മുൻ അധ്യക്ഷനായിരിക്കുന്ന ഗീവർഗീസ് കൂർലോസ് മെത്രാപ്പൊലീത്തയുടെ പണം സൈബർ തട്ടിപ്പിന് അദ്ദേഹം ഇരയായ വാർത്ത. ഇപ്പോൾ മറ്റൊരു വാർത്ത വരുന്ന 46 ലക്ഷം രൂപയുടെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. പക്ഷേ ഈ സംഭവം നടക്കുന്നത് 2023 ജൂലൈ മാസമാണ് ഈ തട്ടിപ്പ് ആരംഭിക്കുന്നത്. പിന്നീട് ഏതാണ്ട് 2024 ഏപ്രിൽ മാസത്തോടെ പരാതി ലഭിക്കുന്നു. മെയ് മാസത്തോടെ FIR രജിസ്റ്റർ ചെയ്യുന്നു. ഇതിലെ സംഘം തട്ടിപ്പ് നടത്തിയ പ്രധാനി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആറന്മുള പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്നാണ് പ്രതി മാനവേന്ദ്ര സിംഗിനെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. സാഹസികമായിട്ടാണ് പോലീസ് ഈ പ്രതിയെ പിടികൂടുന്നത്. കേസിൽ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത് പത്തനംതിട്ട തെക്കേമല സ്വദേശി ബിനു കാർത്തികനാണ്. ഈ സംഭവം നടക്കുന്നത് 2023 ജൂലൈ മാസം. ബിനു കാർത്തികന് ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് ലഭിക്കുന്നു. ക്രിപ്റ്റോ കറൻസി ഇങ്ങനെ വ്യാപാരം ഇടപാട് നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തതിനു ശേഷം പിന്നീട് ഇത് ടെലിഗ്രാമിലേക്ക് അക്കൗണ്ടിലേക്കാണ് ആ ലിങ്ക് ചെന്ന് ചേർന്നത്. പിന്നീടാണ് അമേരിക്കയിലുള്ള കമ്പനി വഴി വ്യാപാരം നടത്തുകയും വലിയ ലാഭം നേടാമെന്ന അറിയിപ്പ് ലഭിക്കുന്നു. അതിന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന തരത്തിൽ പലതരം തെളിവുകളും ഈ തട്ടിപ്പ് നടത്തിയ ആളുകൾ ഈ ബിനു കാർത്തികന് അയച്ചു കൊടുക്കുന്നത്. തുടർന്നാണ് വിവിധ തവണകളായിട്ടാണ് 46 ലക്ഷത്തോളം രൂപ ബിനു അയച്ചു നൽകുന്നത്. ഏറ്റവും ഒടുവിൽ ബിനുവിന് പ്രതീക്ഷിച്ചതുപോലോ അല്ലെങ്കിൽ വാഗ്ദാനം നൽകിയതുപോലോ പണം നൽകാത്തൊരു സാഹചര്യത്തിലാണ്. ഈ ബിനു വ്യവസായിയാണോ? ബിനുവിന്റെ ജോലി എന്താണ്? 46 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി അത്ര വലിയ വ്യവസായിയാണോ ഈ ബിനു? ബിനു നാട്ടിൽ വ്യവസായം നടത്തുന്ന ആൾ തന്നെയാണ്. അദ്ദേഹം ഈ പല തവണയായിട്ട് അദ്ദേഹത്തിൻ്റെ വസ്തു ഉൾപ്പെടെ പണയപ്പെടുത്തിയാണ് ഈ നൽകിയെന്നൊരു സംശയം നമുക്കുണ്ട്. അക്കാര്യത്തിൽ ബിനുവിൻ്റെ ഭാഗത്ത് തന്നെ ഒരു വിശദീകരണം ലഭിക്കേണ്ടതാണ്. ബിനുവിൻ്റെ ജോലി ചോദിക്കുമ്പോൾ നമുക്ക് പറയാം, ഒരു സ്നാക്സ് ഐറ്റങ്ങൾ വിൽപ്പന നടത്തുന്ന ജോലിയാണ് ബിനുവിനുള്ള. അങ്ങനെ ഒരു ചെറിയ വ്യവസായം ബിനു നടത്തുന്നുണ്ട്. അങ്ങനെ തൻ്റെ അധ്വാനത്തിൽ ലഭിച്ച പൈസയാണ് ID എന്ന് പറയുന്ന US കമ്പനി ക്രിപ്റ്റോ കറൻസി ട്രെയിനിങ് നടത്തുന്നതിന് വേണ്ടിയാണ് 46,56,700 രൂപ ഈ ശരി. സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ 46 ലക്ഷം രൂപയുടെ ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ 46 ലക്ഷം രൂപ തട്ടിയ സംഭവത്തിലെ പ്രതിയെ പിടികൂടിയിരിക്കുന്നു. വിവരങ്ങളാണ് സുജു ടി ബാബു നൽകിയത്.